ചങ്ങായിമാരെ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളെ കെവിൻ പീറ്ററെ കുറിച്ചാണ്. കാസയുടെ മുത്തുമണി കെവിൻ പീറ്ററെ കുറിച്ച്. ഈ കെവിൻ പീറ്റർ നമ്മളെ അൻസാരി ഉസ്താദിനെതിരെ ഒരു ആഞ്ഞടിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമ്മൾ അൻസാരി ഉസ്താദിനെതിരെ സംഘപരിവാറും ക്രിസംഖ്യകളും കൂടി സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ആ അറ്റാക്കിന് അവരെ പ്രേരിപ്പിക്കുന്നത് എന്താ വെച്ചാൽ അൻസാരി ഉസ്താദിന് ഞാൻ അടങ്ങുന്ന ഹിന്ദു സമൂഹത്തിൽ നിന്നും ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും കിട്ടുന്ന ഭയങ്കരമായ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം കാണുമ്പോഴാണ് നമ്മൾ ഈ കാസകൾക്കും സംഖ്യക്കും വല്ലാണ്ടങ്ങ് കുരുപൊട്ടുന്നത്. നമുക്കെന്തായാലും കാസയുടെ പൊന്നോമന പുത്രൻ കെവിൻ പീറ്റർ അൻസാരി ഉസ്താദിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് കേട്ടിട്ട് വന്നാലോ? നമുക്കെന്തായാലും ആദ്യത്തെ ഘട്ടം കേട്ടിട്ട് വരാം. ഒരു ഇസ്ലാമിക മതപണ്ഡിതന്റെ കുറച്ച് വാക്കുകൾ ഞാൻ നിങ്ങളെ ആദ്യം കേൾപ്പിക്കും. അങ്ങനെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഒരു മണ്ണാങ്കട്ടം ചെയ്യാത്ത നിങ്ങളാണോ ഞങ്ങളോട് ഈ രാജ്യം വിട്ട് പോകാൻ പറയുന്നത്? ഞങ്ങൾ ഈ രാജ്യത്ത് പോകണമെങ്കിൽ ഈ രാജ്യത്ത് ഞങ്ങളുടെ മുൻഗാമികൾ ഉണ്ടാക്കിയ പൈതൃകങ്ങൾ മുഴുവനും ഞങ്ങൾ അതും കഷ്ടത്തിൽ വെച്ചിട്ടേ പോകുള്ളൂ. പറഞ്ഞു മനസ്സിലായ? നിങ്ങൾക്ക് എടുക്കാൻ വിൻസ്റ്റൺ ചർച്ചിലെ പെണ്ണുമ്പോഴുള്ള അണ്ടർ ഗാർമെന്റ് അല്ലാത്ത ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. അതുകൊണ്ട് മര്യാദക്ക് വർത്തമാനം പറഞ്ഞു കേട്ടല്ലോ. ഇത് മാത്രമല്ല വേറെയുമുണ്ട്. മുജാഹിദ് ബാലുശ്ശേരി, ഹാരിസ് മദനി ഉസ്താദ്, പിന്നെ വാസിം അൽ ഹിക്മി, എം അക്ബർ ഇവരൊക്കെ മറ്റു മതസ്ഥരെ അവഹേളിക്കുന്നത് അവസാനിപ്പിച്ചപ്പോൾ ചില പുതിയ ആളുകൾ ഇത്തരം അവഹേളനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നാം ഇവർക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ കേരളത്തിൽ അവർക്കെതിരെ കേസുകൾ എടുക്കില്ല. മറിച്ച് നമ്മുടെ ഭാഗത്തു നിന്നാണ് എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ പെട്ടെന്ന് തന്നെ കേസെടുക്കും, നമ്മൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത്തരക്കാർക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് ഈ ലക്കത്തിൽ ഈ മുസ്ലിം മതപണ്ഡിതന്റെ പരാമർശങ്ങൾക്കുള്ള ക്രൈസ്തവ അവഹേളനങ്ങൾക്കുള്ള മറുപടിയാണ്. ദയവായിട്ട് ഈ വീഡിയോ പൂർണ്ണമായി കാണും. എന്തോ കെവിൻ പീറ്റർ എന്താ പറഞ്ഞ? ക്രൈസ്തവരെ അവഹേളിക്കുന്നതോ? എന്റെ കെവിൻ പീറ്ററെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരെ അവഹേളിക്കുന്നത് അത് നീയാണ്, നീ മാത്രമാണ്. എന്തിന് സംഘികൾ പോലും അക്കാര്യത്തിൽ നിന്റെ പിന്നിലേ വരൂ. അതായത് ഉത്തരേന്ത്യയിൽ നിന്റെ സമുദായമായ ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാർ അക്രമം നടത്തുമ്പോ നീ എന്താണ് പറയുന്നത്? ആ ക്രൈസ്തവർ മതം മാറ്റാൻ നോക്കിയിട്ടാണ് അവർക്ക് നേരെ അക്രമം നടക്കുന്നല്ലേ? അങ്ങനെ സ്വന്തം സമുദായത്തെ അവഹേളിക്കുന്നത് നീയാണോ അൻസാരി ഉസ്താദിനെ കുറ്റം പറയാൻ നിൽക്കുന്നത്? അങ്ങനെ പറയാൻ നിനക്ക് കുറച്ചെങ്കിലും ഒളുപ്പും നാണവുമാനുണ്ട് എന്റെ കെവിൻ പീറ്ററെ. നമുക്കിനി കെവിൻ പീറ്ററെ അടുത്ത വീഡിയോ കാണാം. ഈ വീഡിയോ കൊണ്ട് ഇവൻ അൻസാരി ഉസ്താദിനെ കുറ്റം പറയാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇവ സ്വയം ഊക്ക് വാങ്ങുന്ന മനോഹരമായ വീഡിയോ ആണ് അടുത്തത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അൻസാരി സുഹാരി ആലപ്പുഴ കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മുസ്ലിം മതപണ്ഡിതനാണ് മണ്ണഞ്ചേരി സ്വദേശിയായ അൻസാരി സുഹാരി എന്ന് പറയുന്ന ഉസ്താദ്. ഈ അൻസാരി ഉസ്താദ് സ്വന്തം സമുദായത്തിന് വേണ്ടി സാമൂഹ്യപരമായ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കും പുരോഹിതർക്കും ബിഷപ്പുമാർക്കെതിരെ നിരന്തരം പ്രതികരിക്കാറുണ്ട്. തന്റെ അക്കൗണ്ടിൽ മാത്രമല്ല, അദ്ദേഹം ഓടി നടന്ന് പല സ്ഥലത്തും കമന്റുകൾ ഇടാറുണ്ട്. കാസ എന്ന് പറയുന്ന സംഘടനയും അൻസാരി ഉസ്താദിന്റെ സ്ഥിരം ഒരു വേട്ടമൃഗമാണ്. എല്ലാവർക്കും പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അൻസാരി ഉസ്താദിന്റെ സരസമായ സംഭാഷണങ്ങളെ വലിയ ഗൗരവം കൊടുക്കാതെ വിടുകയാണ് പറയുന്നത്. എന്നാൽ പി സി ജോർജ് അറസ്റ്റിലായതിന് കാരണമായി മാറിയ ആ ചാനൽ ചർച്ചയെ തുടർന്ന് പി സി ജോർജിന്റെ ഒരു പരാമർശത്തെ എടുത്തുകൊണ്ട് ഒരു ഉസ്താദ് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുണ്ടായി. അപ്പൊ ഞങ്ങൾ മുസ്ലിമീങ്ങളൊക്കെ ഭീകരവാദികളും തീവ്രവാദികളൊക്കെ ഞങ്ങൾ ഈ രാജ്യം വിട്ട് പോകാൻ പറയും. ഓക്കെ, ശരി. അപ്പൊ എങ്ങോട്ടാ പോണത്? പാകിസ്ഥാനിലേക്ക്. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഈ പാകിസ്ഥാനിലേക്ക് പോകുമ്പോഴേ ഞങ്ങളുടെ മുൻഗാമികളാകുന്ന കുറച്ച് ഭീകരവാദികളും തീവ്രവാദികളുണ്ടല്ലോ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ അവരുടെയൊക്കെ ഓർമ്മകൾ ഇവിടെ നിലനിൽക്കാൻ, ഇന്ന് നിലനിൽക്കാൻ അവർ ഉണ്ടാക്കി വെച്ച ചില ചരിത്ര സ്മൃതികളുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അന്നും എടുത്തുകൊണ്ട് പോയിക്കോട്ടെ. കാരണം ഈ ഭീകരവാദികളുടെ ഓർമ്മകളൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ടെന്നേ. അപ്പൊ എന്ന് വരുമ്പോൾ ഞങ്ങൾ ഏതായിരുന്നാലും താജ്മഹൽ ഞങ്ങൾ കൊണ്ടുപോകാം. കുത്തുമിനാറിഞ്ഞെടുത്ത്, ചാർമിനാറിഞ്ഞെടുത്ത്, മുഗൾ ഗാർഡനിഞ്ഞെടുത്ത്, ഫത്തേപൂർ സിക്രിഞ്ഞെടുത്ത്, ആഗ്ര കോട്ടഞ്ഞെടുത്ത്, അതുപോലെ തന്നെ ചെങ്കോട്ടയും ഞങ്ങൾ എടുത്തു. ഞങ്ങൾ പോവാണ്. ഓക്കെ. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് നഗരം കൂടി എടുക്കുക. കാരണം എന്താ അറിയാം? ഈ മുർഷിദാബാദ് നഗരം കണ്ടിട്ട് ബ്രിട്ടീഷ് വൈസ്രോയി റോബർട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. മുർഷിദാബാദ് നഗരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ലണ്ടൻ സിറ്റി ഒന്നുമല്ല. അങ്ങനെ രാജ്യത്തിന്റെ പൈതൃകം അല്ലെങ്കിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ഒട്ടേറെ സംഭാവനകൾ ഞങ്ങളുടെ മുൻഗാമികളായ ഭീകരവാദികളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ വെറുതെയോട് കൂടി അങ്ങ് പോകില്ല, ഞങ്ങൾ ഇതൊക്കെ എടുത്തിട്ടേ പോകുള്ളൂ. അല്ല പി സി ജോർജ്, ഈ നിങ്ങളുടെ കൂട്ടക്കാരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ അങ്ങനെ കുറെ ആളുകൾ ആയിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയാൻ കേൾക്കട്ടെ. ഈ വിൻസ്റ്റൺ ചർച്ചിന്റെ ഭാര്യയുടെ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത എന്തെങ്കിലും ഉണക്കാനിട്ടത് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ മറന്നതല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? തലക്കെടുത്തിരിക്കുന്ന പ്രശ്നം നീ ചോദിക്കാം. അങ്ങനല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണേ. നിങ്ങൾ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തത്? നാണമില്ല വി സി ജോർജ്? ചോദിക്കുകയാണ്. നാണവും മാനും ഉളുപ്പില്ലേ? ഞാൻ ആ വേഷത്തിന്റെ ആ പ്രധാനപ്പെട്ട തലപ്പാവെടുത്ത് മാറ്റിയതിന് വേണ്ടി ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഞാൻ ഈ ഭാഷ ഉപയോഗിക്കാറില്ല. നാണവും മാനവില്ല. ഈ രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഹിന്ദുവും മുസൽമാനും കൈകോർത്ത് പിടിച്ചുണ്ടാക്കി ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കുമില്ലാത്ത നിങ്ങൾക്ക് എന്തിനേറെ ഈ 800 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച മുസ്ലിമീങ്ങൾ 200 വർഷം ബ്രിട്ടീഷുകാരാകുന്ന ചില പ്രത്യേക വിഭാഗക്കാർ ഭരിച്ചു തീരുന്നതിന് മുമ്പ് അവർക്കെതിരെ ഇന്ത്യയിലെ വലിയൊരു ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഒറ്റക്കെട്ടായി നിന്ന് സമരം ചെയ്ത് ഓടിക്കേണ്ടി വന്നു. അവർക്കൊക്കെ മതമുണ്ടെന്നേ. സാക്ഷാൽ വിൻസ്റ്റൺ ചർച്ചിൽ 1945 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് മനുഷ്യർ
പട്ടിണി കൊണ്ട് ഭരിക്കുന്നു. എങ്ങനെ ഈ പട്ടിണി കൊണ്ട് ഭരിച്ചത്? ഈ രാജ്യത്തിന്റെ വിഭവ സമ്പത്ത്, ഈ രാജ്യത്തിന് മുഴുവൻ ഊട്ടാനുള്ള വിഭവ സമ്പത്ത് പശ്ചിമ ബംഗാളിൽ മാത്രം സംഭരിക്കാൻ കഴിയും. അത്രയും നല്ല വിളനിലമാണ്, കൃഷിയുടെ വിളനിലമായ പശ്ചിമ ബംഗാളിൽ നിന്ന് ആ ഭക്ഷ്യവസ്തുക്കൾ മുഴുവൻ കൊള്ളയടിച്ച് സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോയി. അതൊരു പരാതിപ്പെടാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് കത്ത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിൽ കൊടുത്തപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞറിയോ? അവരൊക്കെ പോയി ചാകട്ടെ, കാട്ട് മുയലുകൾ പെറ്റുപെരുകുന്ന പോലെ പെറ്റുപെരുകുന്ന വെറും മൃഗങ്ങളാണ് ഇന്ത്യക്കാരി എന്ന് പറഞ്ഞത് ചരിത്രത്താളിൽ ഞാൻ കാണിച്ചു തരാൻ കഴിയും. അങ്ങനെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഒരു മണ്ണാങ്കട്ടയും ചെയ്യാത്ത നിങ്ങളാണോ ഞങ്ങളോട് ഈ രാജ്യം വിട്ട് പോകാൻ പറയുന്നത്? ഞങ്ങൾ ഈ രാജ്യത്ത് പോകണമെങ്കിൽ ഈ രാജ്യത്ത് ഞങ്ങളുടെ മുൻഗാമികൾ ഉണ്ടാക്കിയ പൈതൃകങ്ങൾ മുഴുവനും ഞങ്ങൾ അതും കഷ്ടത്തിൽ വെച്ചിട്ടേ പോകുള്ളൂ. പറഞ്ഞ മനസ്സിലായ? നിങ്ങൾക്ക് എടുക്കാൻ വിൻസ്റ്റൺ ചർച്ചിലെ പെണ്ണുമ്പോഴുള്ള അണ്ടർ ഗാർമെന്റ് അല്ലാത്ത ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. അതുകൊണ്ട് മര്യാദക്ക് വർത്തമാനം പറഞ്ഞു. ഈ മുസ്ലിം മതമൗലികവാദ ഭീകരവാദികൾ അവരൊരിക്കലും ആശയത്തെ ആശയം കൊണ്ട് നേരിടും, അവർ ആശയത്തെ ആയുധം കൊണ്ടേ നേരിടും. അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് പി.സി. ജോർജ് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നടത്തിയ പരാമർശങ്ങൾക്ക് അദ്ദേഹത്തെ ബി.ജെ.പിയുടെ നേതാവിന് കൊടുക്കുന്ന മറുപടി എന്ന നിലയിൽ അതേ രീതിയിൽ മറുപടി കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തെ ഒരു ക്രിസ്ത്യാനിയായി കണ്ടുകൊണ്ട് ലഭിച്ച ഒരു അവസരം പരമാവധി മുതലെടുക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ സമുദായത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുകയാണ്. എന്റെ കെവിൻ പീറ്ററെ, പി.സി. ജോർജിനെ ഒന്ന് ക്രൈസ്തവനായിട്ട് അൻസാരി ഉസ്താദ് കണ്ടിട്ടില്ല. അത് നിന്നെയും ക്രൈസ്തവനായിട്ട് അൻസാരി ഉസ്താദ് കണ്ടില്ല. നിന്നെ അൻസാരി ഉസ്താദ് മാത്രമല്ല, ഞാനും ഒന്ന് ക്രൈസ്തവനായിട്ട് കണ്ടിട്ടേ ഇല്ല. അതായത് നിന്നെയൊക്കെ കണ്ടിട്ടുള്ളത് ക്രൈസ്തവരെ ഒറ്റുകൊടുക്കുന്ന യൂദാസായ ക്രിസ്സംഗികൾ മാത്രമായിട്ടാണ്. അതുകൊണ്ട് അൻസാരി ഉസ്താദ് ആ വീഡിയോയിൽ മറുപടി കൊടുത്തത് ക്രൈസ്തവർക്കല്ല, ക്രിസ്സംഗിയക്കാണ്. നിന്നെ പോലെ സ്വന്തം സമുദായത്തെ ഒറ്റുന്ന ക്രിസ്സംഗികൾക്കാണ് നമ്മൾ അൻസാരി ഉസ്താദ് ആ വീഡിയോയിൽ മറുപടി കൊടുത്തത്. പിന്നെ ഉസ്താദ് ആ വീഡിയോ പറഞ്ഞത് എന്താണ് തെറ്റ്? അൻസാരി ഉസ്താദ് മുസ്ലിങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ആ നല്ല കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ആ നല്ല കാര്യങ്ങളിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉസ്താദ് പറഞ്ഞുള്ളൂ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി മുസ്ലിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളുടെ കണക്ക് പറഞ്ഞാൽ എന്റെ കെവിൻ പീറ്ററെ തീരൂല. അത്രമാത്രം നല്ല കാര്യങ്ങൾ മുസ്ലിങ്ങൾ നമ്മളെ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. നാടിന് വേണ്ടി പോരാടിയിട്ടുണ്ട് അവര്. അങ്ങനെയുള്ള മുസ്ലിങ്ങളോട് ഒരു ക്രിസ്സംഗി വന്നിട്ട് ഇന്ത്യ വിട്ടുപോകണം എന്ന് പറയുമ്പോൾ ഒരു ശരാശരി മനുഷ്യൻ പ്രതികരിക്കുന്നത് പോലെ മാത്രമേ നമ്മൾ അൻസാരി ഉസ്താദ് പ്രതികരിച്ചിട്ടുള്ളൂ. പിന്നെ അൻസാരി ഉസ്താദിന്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും അൻസാരി ഉസ്താദ് ക്രൈസ്തവരെ ആയാലും ശരി ഹിന്ദുക്കളെ ആയാലും ശരി എത്രമാത്രം ബഹുമാനിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടിട്ട് അൻസാരി ഉസ്താദിനെ കുറിച്ച് നീ അധികം ഡയലോഗ് അടിക്കൊന്നും വേണ്ട. ഈ അൻസാരി ഉസ്താദിനെ കുറ്റം പറഞ്ഞ നീ ഉണ്ടല്ലോ കെവിൻ പീറ്ററെ, നീയാണ് സ്വന്തം സമുദായത്തിന് ഏറ്റവും കൂടുതൽ തെറി പറഞ്ഞിട്ടുള്ളത്. ഇനി സ്വന്തം സമുദായത്തെ ഒറ്റിക്കൊടുക്കുകയും തെറി വിളിക്കുകയും ചെയ്യുന്ന ഈ കെവിൻ പീറ്റർക്ക് ഇന്ത്യക്കാരോടാണോ വെള്ളക്കാരോടാണോ സ്നേഹം അടുത്ത വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് വന്നാലോ? പക്ഷെ ബ്രിട്ടീഷുകാരും മുഗളന്മാരും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇവിടെ വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായി. അവരിവിടെ വരുമ്പോൾ തമ്മിൽ തല്ലുന്ന കുറെ നാട്ടുരാജ്യങ്ങൾ, അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അവരെ അടിമകളാക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കുറെ മുസ്ലിം രാജാക്കന്മാർ. അപ്പൊ അവരിൽ നിന്നെല്ലാം ഈ നാട്ടുരാജ്യങ്ങളെല്ലാം ഒന്നിച്ച് ഏകീകൃതമായിട്ട് ഒരു ഏകീകൃത ഇന്ത്യ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ കൊണ്ടുവന്നത് അവരാണ്. അവരിവിടെ വന്നില്ലായിരുന്നു എങ്കിൽ ഈ മുസ്ലിം ഭരണാധികാരികൾ ഇവിടുത്തെ ബാക്കി ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളെല്ലാം കീഴ്പ്പെടുത്തി അവസാനം ഇപ്പോ അറബി രാജ്യങ്ങൾ പോലെ വിവിധങ്ങളായ മുസ്ലിം രാജ്യങ്ങളായി മാറിയേനെ ഈ ഭാരതം. ഇവിടെ ഹിന്ദുക്കൾ അവശേഷിക്കില്ലായിരുന്നു. കുറെ എണ്ണത്തിനെ കൊന്നു തീർന്നു, ബാക്കി എല്ലാത്തിനെയും നിർബന്ധിതമായി മതം മാറ്റും. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. കണ്ട ക്രിസംഗിക്ക് വെള്ളക്കാരോടുള്ള സ്നേഹം അങ്ങ് നൊരഞ്ഞു പുകഞ്ഞു പുറത്തു വരുന്നേണ്ട. ഈ ക്രിസംഗികൾ എത്രയൊക്കെ ഒളിപ്പിച്ചു വെച്ചാലും ഇവരെ മനസ്സിലുള്ള വിഷമുണ്ടല്ല, അത് ഇവരറിയാതെ തന്നെ പുറത്തേക്ക് വരും. ഇന്ത്യയിലുള്ള എല്ലാ നല്ല സാധനങ്ങളും അടിച്ചു മാറ്റി കൊണ്ടുപോയ വെള്ളക്കാരോട് എത്രമാത്രം സ്നേഹമാണ് ഈ ക്രിസംഗിയക്ക് നോക്കിയാട്ടെ. അടിച്ചു കൊണ്ടുപോയ വെള്ളക്കാരോട് ഇവനൊക്കെ ഭയങ്കര സ്നേഹം. ഈ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത മുസ്ലിം ഭരണാധികാരികളുടെ ഈ ക്രിസംഗിയൊക്കെ പുച്ഛവുമാണ്. പിന്നെ ക്രിസംഗി കെവിൻ പീറ്ററെ മുസ്ലിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന സൗദി അറേബ്യയിലെ ആ സൗദി അറേബ്യ നമ്മൾ ഇന്ത്യക്കെതിരെ അക്രമത്തിന് വന്നെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ കൂടെ തന്നെ ജീവൻ പോകുന്നവരെ നിൽക്കണമെന്നാണ് അവരുടെ മതത്തിൽ മുസ്ലിങ്ങളുടെ മതത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നിന്നെ പോലത്തെ ക്രിസംഗികളുണ്ടല്ല, വെള്ളക്കാർ ഇന്ത്യക്കാരെ ആക്രമിക്കാൻ വന്നെങ്കിൽ നീയൊക്കെ വെള്ളക്കാരെ കൂടെ കൂടും. എന്നിട്ട് നമ്മൾ ഇന്ത്യയെ ആക്രമിക്കാൻ കൂട്ടു നിൽക്കുന്ന ആറികളെ, അതായത് സ്വന്തം സമുദായത്തെ കാശിന് വേണ്ടി വഞ്ചിക്കുന്ന ഇവരിൽ നിന്നും ഒരു രാജ്യസ്നേഹവും നമ്മൾ ആരും പ്രതീക്ഷിക്കണ്ട. രാജ്യസ്നേഹം പോയിട്ടുണ്ടല്ല, ഇവരൊന്ന് കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ സംഘികളെക്കാളും നമ്മൾ പേടിക്കേണ്ടത് ഇവരെ പോലുള്ള ക്രിസംഗികളെയാണ്. അതുകൊണ്ട് കെവിൻ പീറ്ററെ, നീ അൻസാരി ഉസ്താദിന് ഊക്കാനാണ് ഈ വീഡിയോ ചെയ്തതെങ്കിൽ നീ തിരിച്ച് നല്ലോണം ഊക്ക് വാങ്ങിക്കിട്ടിട്ടുണ്ടെന്ന് നീ അങ്ങ് മനസ്സിലാക്കിയാൽ മതി കേട്ടാ. അപ്പൊ എന്റെ അൻസാരി ഉസ്താദിനും ലോക പോട്ടനായ കെവിൻ പീറ്റർക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.